കാരണം പപ്പടത്തെ ചൊല്ലിയും രസഗുളയെ ചൊല്ലിയും ഒക്കെ വിവാഹ ചടങ്ങുകൾ അലങ്കോലമാകുന്ന കാലമാണല്ലോ നമ്മുടേത്. തെലങ്കാനയിൽ വിവാഹം മുടങ്ങിയത് മട്ടൻ കറി കാരണമാണ്. ഇപ്പോൾ നമുക്കൊപ്പം കാർത്തിക മഠത്തിലുണ്ട് ഈ വാർത്തയുടെ രസകരമായ മറ്റൊരു വശം പറയാനായിട്ട്. കാർത്തിക, ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പനീർ കറിയിൽ പനീർ ഇല്ലാത്തതിന് രസഗുള തീർന്നു പോയതിനടി. പിന്നെ നമ്മുടെ ഇതിന് മുൻപും ഒരെണ്ണം ഉണ്ടായിരുന്നു ഈ പപ്പടത്തെ ചൊല്ലി. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ഈ ഭക്ഷണത്തെ ചൊല്ലിയൊക്കെ ഇങ്ങനെ അടിപിടി തുടങ്ങിയാൽ എങ്ങോട്ടാണ് കാർത്തിക ഈ ഒരു പോക്ക്? സേതു, എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ഒരുമിച്ച് അതിജീവിച്ച് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. പക്ഷേ അതുപോലെ തന്നെ ഒരു കാരണമില്ലെങ്കിലും വളരെ നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് തന്നെ ബന്ധം പിരിയാമെന്ന് പറയുന്ന ഒരുപാട് ആളുകളും നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം നേരത്തെ സേതു പറഞ്ഞതുപോലെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന സംഭവമാണ് പനീർ കറിയിൽ പനീർ ഇല്ലാത്തത് കൊണ്ട് വിവാഹം മുടങ്ങി. പക്ഷേ ഇവിടെ പനീറല്ല, മട്ടൻ കറിയിലെ മജ്ജ, ബോൺ മാരോ, അതാണ് വില്ലനായി വന്നിട്ടുള്ളത്. അതാണ് കല്ലുകടിയായി മാറിയത് ഒരു വിവാഹ ചടങ്ങിലെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. തെലങ്കാനയിലെ നിസാമാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സംഭവിക്കുന്നത്. വിവാഹ നിശ്ചയം കഴിഞ്ഞു, ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വിരുന്നൊരുക്കുമല്ലോ. വധുവിൻ്റെ വീട്ടുകാർ ഒരുക്കിയ വിരുന്നിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരൻ്റെ കൂടെ വന്ന ഒരാൾ പറയാണ്, മട്ടൻ കറിയിൽ, വിരുന്നിന് വിളമ്പിയ മട്ടൻ കറിയിൽ മജ്ജയില്ലാത്ത മട്ടൻ കറിയാണ് വിളമ്പിയെന്ന് പറയുന്നു. വാക്ക് തർക്കമാവുന്നു, പരസ്പരം തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. വാക്ക് തർക്കത്തിൻ്റെ അവസാനം കയ്യാങ്കളി വരെ എത്തുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായി. പക്ഷേ വരൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്തു, ഇങ്ങനെ വിരുന്നൊക്കെ ഒരുക്കിയ സമയത്ത് മട്ടൻ കറിയിൽ മജ്ജയില്ല, ബോൺമാരോ ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇൻസൾട്ട് ചെയ്തു, നേരത്തെ ഇൻഫോം പോലും ചെയ്തില്ല, അറ്റ്ലീസ്റ്റ് അവർക്ക് ഇൻഫോം ചെയ്യായിരുന്നു എന്നൊക്കെയാണ് വരൻ്റെ വീട്ടുകാർ പറയുന്നത്. പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും, ഇത്രയും നിസ്സാരമായിട്ടുള്ളൊരു കാര്യത്തിന് വിവാഹം വരെ മുടങ്ങിയല്ലോ എന്ന്. പക്ഷേ ഒരു തരത്തിൽ ആലോചിച്ച് നോക്കൂ, ആ പെൺകുട്ടി ശരിക്കും രക്ഷപ്പെട്ടു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തിന് വിവാഹം വേണ്ട എന്ന് വെക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ ഇനി കുടുംബജീവിതവുമായിട്ട് ഇവർ രണ്ടുപേരും മുന്നോട്ടേക്ക് പോകുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവാം.